السلام عليكم ورحمة الله وبركاته. الحمد لله، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، أيها الناس اتقوا الله عباد الله، أوصيكم وإياي أولا بالتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون. صدق الله العظيم. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിയമനിർദ്ദേശങ്ങളും നമ്മുടെ സ്വകാര്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും സൂക്ഷിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരമകാരുണ്യകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും കാരുണ്യവാനായ അല്ലാഹു പുറത്തു നിന്നു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളൊക്കെയും അല്ലാഹുവിൻ്റെ ഈ ഭൂമിയിൽ നിർഭയത്വത്തോടുകൂടി ജീവിച്ചു പോവുകയാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ യാഥാർത്ഥ്യം നമുക്ക് തിരിച്ചറിയണമെങ്കിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളറയിൽ പടച്ചനാഥനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചുമുള്ള വിശ്വാസം പൂർണ്ണമാണോ എന്ന് തിരിച്ചറിയുന്നത് പലപ്പോഴും സങ്കടങ്ങൾ കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടും ദുരിതക്കയങ്ങളിൽ മുങ്ങിത്താഴുമ്പോഴാണ് നമ്മുടെ ഉള്ളിലിരിപ്പ്, നമ്മുടെ ഉള്ളിലെ ഈമാൻ എത്രത്തോളം അതിൻ്റെ വേരുകൾ ആഴങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയുന്നത് പരീക്ഷണത്തിൻ്റെ കയ്പുനീരുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ്. ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അനുചരന്മാർ ശത്രുക്കളുമായി നേരിടുന്ന ഒരു വലിയ യുദ്ധ സാഹചര്യം. വിശ്വാസികളായ അനുചരന്മാർക്കിടയിൽ ഒരു അനുചരൻ ശത്രുക്കളെ വകവെക്കാതെ അവരുടെ മുൻപന്തികളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് മറ്റ് അനുചരന്മാരെ തന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തും വിധം ആ അനുചരൻ യുദ്ധ മുന്നണി പോരാളിയായി വിജയം വരിച്ച് വരുന്ന രംഗം, ആ അനുചരനെ കുറിച്ച്, ആ വ്യക്തിയെ കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തൻ്റെ അനുചരന്മാർ അദ്ദേഹത്തിൻ്റെ കഴിവും അദ്ദേഹത്തിൻ്റെ യുദ്ധത്തിൻ്റെ ആ മിടുമിടുക്കും അദ്ദേഹത്തിൻ്റെ ആർജവവും
സ്വഹാബികൾ അള്ളാഹുവിന്റെ റസൂലിനോട് പറയുമ്പോൾ ആ വ്യക്തിയെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂല് തന്റെ അനുചരന്മാരോട് പറഞ്ഞത് ഇന്നഹു മിൻ അഹ്ലിന്നാർ, ആ വ്യക്തി നരകവാസികളുടെ കൂട്ടത്തിൽപ്പെട്ട വ്യക്തിയാണ് എന്ന് അള്ളാഹുവിന്റെ റസൂല് തന്റെ അനുചരന്മാരോട് പറയുമ്പോൾ അവർ അത്ഭുതസക്തരായി. അവർ വല്ലാതെ ഭയപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ അവസ്ഥ അപ്രകാരമാണ് എങ്കിൽ നാം ഓരോരുത്തരുടെയും അവസ്ഥ എപ്രകാരമാണ് എന്നാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ അനുചരന്മാർ ചിന്തിച്ചത്. പ്രവാചകന്റെ ഈ വാക്കിനെ മുഖവിലേക്കെടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ അനുചരന്മാരിൽ ഒരു വിശ്വാസിയായ മനുഷ്യൻ അദ്ദേഹത്തെ കുറിച്ച് പഠിക്കുകയാണ്. കുറച്ചു നാളുകൾക്ക് ശേഷം ഒരു യുദ്ധത്തിന്റെ സാഹചര്യം കടന്നു വരുമ്പോൾ അന്നും യുദ്ധത്തിന്റെ മുന്നണി പോരാളിയായി അദ്ദേഹം മുൻപോട്ട് കടന്നു ചെല്ലുമ്പോഴും ഒരു വിശ്വാസിയായ അനുചരൻ അദ്ദേഹത്തെ വീക്ഷിക്കുകയാണ്. പെട്ടെന്ന് യുദ്ധരംഗത്തിന്റെ ഇടയിൽ ഒരു മാരകമായ ഒരു വെട്ട് ആ മനുഷ്യന് ഏൽക്കുകയും വല്ലാത്ത വേദനയും അസ്വാസ്ഥ്യവും പിടിച്ചു നിൽക്കാൻ കഴിയാതെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ആ വാളിന്റെ പിടി മണൽപ്പരപ്പിലേക്ക് കുത്തിത്താഴ്ത്ത് അതിന്റെ മൂർച്ചയുള്ള അഗ്രം തന്റെ നെഞ്ചിലേക്ക് കുത്തിത്താഴ്ത്തിക്കൊണ്ട് ആ മനുഷ്യൻ യുദ്ധമൈതാനിയിൽ ആത്മഹത്യ ചെയ്യുന്ന രംഗമാണ് അദ്ദേഹത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിച്ച ആ അനുചരൻ കാണുന്നത്. ഈ സംഭവം പ്രവാചകന്റെ മുന്നിലേക്ക് വന്നു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, അഷ്ഹദു അന്നക റസൂലുള്ളാഹ്, താങ്കൾ അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാനിതാ സാക്ഷി നിൽക്കുന്നു പ്രവാചകരെ. അങ്ങയുടെ പ്രവചനം യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും ഈ സംഭവം നമ്മുടെ നെഞ്ചകത്തേക്ക് കൈവച്ചുകൊണ്ട് ആലോചിക്കേണ്ട ഒരു ചരിത്ര സംഭവമാണ്. നമ്മുടെ രോഗങ്ങൾ ഒരാഴ്ച എന്നുള്ളത് ഒരു മാസം നീണ്ടുപോയാൽ, നമ്മുടെ ബിസിനസ്സും നമ്മുടെ കച്ചവടവും പെട്ടെന്നൊന്ന് തകർന്നു പോകുന്ന ഒരു പരിതസ്ഥിതിയിലേക്ക് മാറിയാൽ, മകൾക്ക് നിശ്ചയിച്ചിരുന്ന വിവാഹം എല്ലാ കാര്യങ്ങളും ശരിയായതിനു ശേഷം പെട്ടെന്ന് ആ വിവാഹം നടക്കില്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ബാലൻസ് തെറ്റിപ്പോകുന്നു. നമ്മുടെ ജീവിതത്തിന്റെ സ്വസ്ഥതകൾ തകർന്നു പോകുന്നു. അന്ന് വരെ കൃത്യമായി നമസ്കരിക്കുകയും കർമ്മരംഗങ്ങളിൽ സജീവമായി നിലനിന്നിരുന്ന ആ മനുഷ്യന്റെ കഴിവും ഉന്മേഷവും തളർച്ചയിലേക്കും വിഷാദങ്ങളിലേക്കും അസ്വാസ്ഥ്യങ്ങളിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈമാൻ നാം ഒരു സ്വയം ആത്മവിശകലനം നടത്തേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിന്റെ കൂടെയുണ്ടായിരുന്ന ആ മനുഷ്യൻ നരകാവകാശിയായി മരണപ്പെട്ടു പോയി എങ്കിൽ, പ്രിയമുള്ളവരെ, 2020 ജീവിക്കുന്ന നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, അള്ളാഹുവിന്റെ റസൂല് നടത്തുന്ന ജുമുഅ ഖുതുബകളിലെല്ലാം, ജുമുഅ മിമ്പറിന്റെ ഖുതുബകളിലെല്ലാം നാം കേൾക്കാറുള്ള ഒരു വചനമാണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ പടച്ചനാഥനെ സൂക്ഷിക്കേണ്ടത് പ്രകാരം നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണമേ. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ സത്യവിശ്വാസികളായി കൊണ്ടല്ലാതെ, പടച്ചനാഥന്റെ പ്രീതിയും പൊരുത്തവും സമ്പാദിക്കുന്നവരായി കൊണ്ടല്ലാതെ അള്ളാഹുവിന്റെ ഈ ഭൂമിയിൽ നിന്ന് നിങ്ങൾ യാത്ര പറയരുത്.
അള്ളാഹുവിന്റെ ഈ ഭൂമിയിൽ നിന്ന് നമ്മുടെ ആത്മാവ് വേർപെടുമ്പോൾ, പ്രിയമുള്ളവരെ, നാം വിശ്വാസികളാകണമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഒരനുചരന്റെ മയ്യത്ത് പരിപാലനം കഴിഞ്ഞ് തന്റെ ചുറ്റും കൂടി നിൽക്കുന്ന അനുചരന്മാർ പൊട്ടിക്കരയുമ്പോൾ മഹാനായ അലി റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞത്, മരണപ്പെട്ടുപോയ ആ വ്യക്തിയെ കുറിച്ച് ഓർത്തുകൊണ്ടല്ല നിങ്ങൾ കരയേണ്ടത്. അദ്ദേഹം ജീവിതമാകുന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് മരണമായ അനന്തവിഹായസ്സിലേക്ക് അദ്ദേഹം യാത്ര പറഞ്ഞു. നാം ഓരോരുത്തരും കരയേണ്ടത് നമ്മെക്കുറിച്ച് ഓർത്തുകൊണ്ടാണ്, നമ്മളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ്. എൻ്റെ ആഖിബത്ത്, എൻ്റെ അന്ത്യം എപ്രകാരമാകും? ഒരു ഇലക്ഷൻ സജീവമാകുമ്പോൾ സ്ഥാനാർത്ഥികൾ അതിനു വേണ്ടുന്ന പരിശ്രമങ്ങളും രാപകലില്ലാത്ത അനുയായികളുമായിട്ടുള്ള യാത്രകളും പരിശ്രമങ്ങളും ഉറക്കമൊഴിച്ചിലുകളും നടത്തും. എന്നാൽ അതിൽ ഗോള് നേടുന്നത്, വിജയിക്കുന്നത്, അവസാനം വിജയിക്കുന്ന വ്യക്തി ആരാണോ അവരാണ് വിജയിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഫുട്ബോൾ കളി കാണാറുണ്ട്. ആ ഗ്രൗണ്ടിൽ നിറഞ്ഞു കളിക്കുന്ന മനുഷ്യർ, ഒരുപക്ഷെ അവർ അവസാന നിമിഷം പരാജയപ്പെടുകയും പരാജയത്തിന്റെ വക്കിൽ നിന്നവർ അതിശീഘ്രം വിജയങ്ങളിലേക്ക് കടന്നു പോകുന്നതും കാണാൻ കഴിയും. ഒരു വിശ്വാസി അയാളുടെ കർമ്മങ്ങളിൽ നാം അള്ളാഹുവിന്റെ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയതും, ഇന്നത്തെ പ്രഭാത നമസ്കാരത്തിന് ഉറക്കം അവഗണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മസ്ജിദിലേക്ക് നാം ഓടിപ്പോയതും, അള്ളാഹുവിന്റെ മുന്നിൽ കൈകെട്ടി നിന്ന് റബ്ബിനെ സ്തുതിക്കുകയും റബ്ബിനോട് പാപമോചനം തേടുകയും ചെയ്യുന്നത് നമുക്കൊരു നല്ലൊരു യാത്രയയപ്പുണ്ടാകണം. ഈ ലോകത്ത് നിന്ന് വിട വാങ്ങുമ്പോൾ സന്തോഷത്തോടുകൂടി മലക്കുകൾ നമ്മളോട് സുവിശേഷം പറയുന്നവരായിക്കൊണ്ട് നമ്മുടെ ആത്മാവ് അള്ളാഹുവിലേക്ക് ഉയരുന്ന ആ ദിനത്തിൽ, പ്രിയമുള്ളവരെ, നമുക്ക് സന്തോഷിക്കാൻ കഴിയണം. എന്നാൽ പലപ്പോഴും നമ്മുടെ മനസ്സിന്റെ സംഘർഷഭരിതമായ അവസ്ഥകളിൽ, പ്രയാസങ്ങളിൽ, ശപിക്കപ്പെട്ടവനായ പിശാചിന്റെ ദുർമന്ത്രങ്ങളിൽ, വസ്വാസുകളിൽ കുടുങ്ങിക്കൊണ്ട് നമ്മുടെ ഈമാനികമായ ചൈതന്യം നഷ്ടപ്പെട്ടുകൊണ്ട് നാമും സഹോദര സമുദായ അംഗങ്ങളെ പോലെ നീങ്ങിപ്പോകുന്നൊരവസ്ഥയിലേക്ക് നാം മാറിപ്പോകാൻ പാടില്ല. വിദേശത്ത് ഒരു കൊടും കുറ്റവാളിയായ മനുഷ്യനെ അയാളെ വധശിക്ഷ നടപ്പിലാക്കുവാൻ വേണ്ടി ജയിലധികൃതർ അയാളെ കൊണ്ടൊരു ചെയറിലേക്ക് കൊണ്ടിരുത്തി. അങ്ങനെ അയാളുടെ മുന്നിലേക്ക് പെട്ടെന്ന് ഒരു വിഷം ചീറ്റുന്ന ഒരു പാമ്പിനെ അയാളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു. ആ കുറ്റവാളിയെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ആ പാമ്പിനെ കൊണ്ട് എന്നെ കടിപ്പിച്ച് കൊല്ലുവാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി അവരുടെ ആ കുറ്റവാളിയുടെ മുന്നിലേക്ക് ഒരു പാമ്പിനെ കൊണ്ടുവരികയും ആ കുറ്റവാളിയുടെ കണ്ണ് മൂടുകയും കൈകൾ ബന്ധിക്കുകയും ചെയ്തതിനു ശേഷം അയാളുടെ ശരീരത്തിലേക്ക് ഒരു മുട്ടുസൂചി കൊണ്ടൊന്ന് കുത്തുകയും കണ്ണു കാണാത്ത ആ മനുഷ്യൻ, കണ്ണു മൂടിക്കെട്ടിയിരുന്ന ആ മനുഷ്യൻ അയാളുടെ മനസ്സിൽ ധരിച്ചത് വിഷം ചീറ്റിയ ആ പാമ്പ് എന്നെ കൊത്തിയതാണ് എന്ന് ഹൃദയം സങ്കോചിക്കുകയും ഹൃദയസ്തംഭനത്തിലേക്ക് പോവുകയും സെക്കൻഡുകൾ കൊണ്ട് അയാൾ മരണപ്പെട്ടു പോവുകയും ചെയ്ത വാർത്ത സോഷ്യൽ മീഡിയകളിലൂടെ നാം വായിച്ചവരാണ്. അഥവാ കടിക്കാത്ത പാമ്പ് കടിച്ചു എന്ന് അയാളുടെ മനസ്സിൽ വരുത്തി തീർക്കുകയും ആ മനസ്സിന്റെ മാനസിക സംഘർഷവും പിരിമുറുക്കവും ശക്തമായപ്പോൾ പെട്ടെന്ന് അയാൾ മരണത്തിലേക്ക് പോകുന്നത് പോലെ ഇന്ന് സമൂഹം മാനസിക രോഗങ്ങളിലേക്കും വിഷാദ രോഗങ്ങളിലേക്കും പ്രത്യേക ഒരു അന്തരീക്ഷങ്ങളിൽ മാറിക്കൊണ്ട് കൊറോണ വൈറസ് എന്ന മഹാരോഗം മനുഷ്യരിലേക്ക് വ്യാപിച്ച് 5 കോടി മനുഷ്യരിലേക്ക് ആ രോഗം വ്യാപിക്കുകയും 12 ലക്ഷം മനുഷ്യർ അള്ളാഹുവിന്റെ പരലോകത്തേക്ക് യാത്രയാവുകയും ചെയ്തപ്പോൾ ഇന്ന് രോഗവ്യാപനത്തിന്റെ ശക്തിയും അതിന്റെ രീതിയും മാറിയെങ്കിലും ശക്തമായ സാമ്പത്തികമായ മാന്ദ്യവും
സാമ്പത്തികമായ പിരിമുറുക്കവും ശക്തമായപ്പോൾ ഇന്ന് മനുഷ്യർക്കിടയിൽ കാണുന്നത്, കൊറോണ രോഗമരണത്തെക്കാൾ കൂടുതൽ കാണുന്നത് ആത്മഹത്യാ മരണങ്ങളാണ്. ഇത്തരം ആത്മഹത്യകളിലേക്ക് മനുഷ്യർ എടുത്തു ചാടുന്നതിന്റെ കാരണം, വിശ്വാസികളും ഈ അബദ്ധത്തിന്റെ വക്കുകളിലേക്ക് എടുത്തു ചാടുന്നതിന്റെ കാരണം, അവരുടെ ഈമാനികമായ വിശ്വാസത്തിന്റെ വേരുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ത്വയ്യിബയുടെ ആ വിശ്വാസം അവരുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങപ്പെട്ടിട്ടില്ല. പേരിൽ മാത്രം ഒരു മുസ്ലിം നാമധാരി, ആധാറിലും ഐഡിയ പ്രൂഫുകളിലും മാത്രം ഒരു മുസ്ലിം നാമധാരിയായി വിശ്വാസം, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവന്റെ ഹൃദയത്തിലെയും അവന്റെ ചിന്തയെയും അവന്റെ ജീവിതത്തെയും സ്വാധീനിക്കാത്തത് കൊണ്ട്, പ്രിയമുള്ളവരെ, വിശ്വാസികളെന്ന് പറയപ്പെടുന്ന നമ്മുടെ സഹോദരന്മാർ പോലും ആത്മഹത്യകളിലേക്ക് നീങ്ങുമ്പോൾ വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തുൽ ഹജ്ജിന്റെ 11-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്, മനുഷ്യരിൽ ചിലരുണ്ട്, അവർ ഓരോരത്ത് നിന്നുകൊണ്ടാണ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത്. അവരുടെ ജീവിതം അള്ളാഹു പറഞ്ഞ രൂപത്തിൽ ആ ബാലൻസിൽ അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നില്ല. അവരുടെ ജീവിതത്തിലേക്ക് സന്തോഷങ്ങളും ആനന്ദങ്ങളും കടന്നു വരുമ്പോൾ അതുകൊണ്ട് അവർ സംതൃപ്തരാകും, അതുകൊണ്ട് അവർ ആനന്ദത്തിൽ മതിമറക്കും. അവരുടെ ജീവിതത്തിലേക്ക് ഒരു പരീക്ഷണം കടന്നു വന്നാൽ, ഒരു രോഗം കടന്നു വന്നാൽ, ഒരു നഷ്ടം കടന്നു വന്നാൽ, പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായ ഒരു തളർച്ചയോ ഒരു തകർച്ചയോ കടന്നു വന്നാൽ, അവരുടെ സമനില തെറ്റിപ്പോകും, അവരുടെ ജീവിതത്തിന്റെ ബാലൻസ് തെറ്റിപ്പോകും. കഴിക്കുന്ന ഭക്ഷണത്തിന് ടേസ്റ്റ് വരുന്നില്ല, അവന് വിശപ്പുണ്ടാകുന്നില്ല, അവന്റെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വരുമ്പോൾ വിശുദ്ധ ഖുർആൻ നമുക്ക് ആ അപകടത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മെ ബോധവാന്മാരാക്കുകയാണ്. അത്തരം നിലപാടുകളിലേക്ക് നിങ്ങൾ നീങ്ങിയാൽ നിങ്ങളുടെ ദുനിയാവും നിങ്ങളുടെ പരലോകവും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. അതുതന്നെയാണ് വമ്പിച്ച പരാജയമെന്ന് വിശുദ്ധ ഖുർആൻ അതിഗൗരവമായ രൂപത്തിൽ അള്ളാഹു നമ്മളെ ഉപദേശിക്കുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, വിശ്വാസികളുടെ ജീവിതത്തിൽ വിശുദ്ധ ഖുർആൻ കൊണ്ട്, ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാം കൊണ്ട് എത്രയോ സഹോദരങ്ങൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ത്വയ്യിബയിൽ വിശ്വസിച്ചതിന് ശേഷം അവർക്ക് കിട്ടിയ സമാധാനത്തെക്കുറിച്ചും അവർക്ക് കിട്ടിയ ആനന്ദത്തെക്കുറിച്ചും അവർ വാതോരാതെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പാരമ്പര്യ വിശ്വാസികളാകുന്ന നാം ആ വിശുദ്ധ ഖുർആനിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോകാതെ, വിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കാതെ, പരമകാരുണ്യകനായ അള്ളാഹുവിനെ അറിയേണ്ട രൂപത്തിൽ നാം അറിയാതെ, വിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾ അള്ളാഹുവിനെ അറിയേണ്ട രൂപത്തിൽ, റബ്ബിനെ കണക്കാക്കേണ്ട രൂപത്തിൽ, റബ്ബിനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ നിങ്ങൾ റബ്ബിനെ മനസ്സിലാക്കുന്നില്ല എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ RCCയിലെ ഒരു മേധാവിയായിരുന്ന ഡോക്ടർ BP ഗംഗാധരൻ അദ്ദേഹത്തിന്റെ അനുഭവ കുറിപ്പുകൾ എന്ന ആ പുസ്തകത്തിൽ പറയുകയാണ്, പ്രായമായ ഒരു വിശ്വാസിയായ ഒരു മാതാവ് ക്യാൻസർ വന്ന് രോഗത്തിന്റെ വല്ലാത്ത വേദനയും പ്രയാസങ്ങളിലും അതിജീവിതയോടെ പുഞ്ചിരിയോടുകൂടി ആ ഉമ്മ ജീവിതത്തെ സമീപിക്കുന്നത് കണ്ട് BP ഗംഗാധരൻ എന്ന ആ ഡോക്ടർ അദ്ദേഹത്തോട് ചോദിച്ചു, ആ മാതാവിനോട് ചോദിച്ചു, ഉമ്മ, നിങ്ങൾക്ക് വേദനയില്ലേ? നിങ്ങൾക്ക് ഈ രോഗത്തിന്റെ പ്രയാസങ്ങൾ നിങ്ങളെ അലട്ടുന്നില്ലേ? നിങ്ങളുടെ മുഖം സന്തോഷഭരിതമാണ്, നിങ്ങളുടെ മുഖം ആനന്ദഭരിതമാണ്. ആ ഡോക്ടറെ അത്ഭുതപ്പെടുത്താൻ വിധം ആ ഉമ്മ മറുപടി പറഞ്ഞത്, എനിക്ക് വേദനയുണ്ട് ഡോക്ടർ, എനിക്ക് പ്രയാസങ്ങളുണ്ട് ഡോക്ടർ, പക്ഷേ എൻ്റെ നാഥന്റെ പ്രീതിക്ക് വേണ്ടി
അവന്റെ പരലോക ജീവിതത്തിന്റെ സന്തോഷത്തിന് വേണ്ടി പടച്ചനാഥന്റെ സന്തോഷകരമായ എൻ്റെ നാഥനിലേക്കുള്ള ഒരു യാത്രയയപ്പിനെ ആ ഉപരിലോകത്ത് നിന്നുള്ള മലക്കുകളെ, മാലാഖമാരുടെ വരവിനെ കാത്ത്, എൻ്റെ ആത്മാവുമായി പോകുന്ന ആ മലക്കുകളെ കാത്ത് ഞാൻ ഇരിക്കുകയാണ് ഡോക്ടർ എന്ന് ആ പ്രായമേറിയ മാതാവ്, ദൈവവിശ്വാസി പോലുമല്ലാത്ത ഡോക്ടർ ബി പി ഗംഗാധരൻ ആ ഉമ്മയുടെ വിശ്വാസത്തിന്റെ മൂർച്ച കണ്ട് അത്ഭുത സപ്തനായെങ്കിൽ വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ആ സജീവതയിലേക്കാണ്. ആ നിർജീവമായ വിഷാദങ്ങളിൽ നിന്നും, നിരാശകളിൽ നിന്നും, ആത്മഹത്യകളിൽ നിന്നും വിശ്വാസികൾക്ക് അള്ളാഹു നൽകുന്ന സന്തോഷം. അല്ലദീന ഇദാ അസാബതുഹും മുസീബ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു പരീക്ഷണം, എന്തെങ്കിലും ഒരു വിപത്ത് അവരെ ബാധിച്ചാൽ അവരെന്താണ് പറയുന്നത്? ഖാലൂ, അവർ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നാഥാ, ഞങ്ങളൊക്കെയും നിനക്ക് വേണ്ടിയിട്ടുള്ളവരാണ്. വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ നിന്റെ അടുക്കലേക്ക് മടങ്ങി വരേണ്ടവരാണ് എന്നാണ് വിശ്വാസികൾ പരീക്ഷണങ്ങളിൽ പതറുമ്പോൾ എല്ലാം റബ്ബിലേക്ക് സമർപ്പിക്കുന്നത്. ഇന്നും സൗദികൾ അവരുടെ മാതാവോ അവരുടെ പിതാവോ മരണപ്പെടുമ്പോൾ അവരുടെ നാവുകളിൽ നിന്ന് ആദ്യം വരുന്ന വാചകം അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ വാചകമാണ് അവരുടെ നാവുകളിൽ നിന്ന് വരുന്നത്. കാരണം അവരുടെ പൂർവികരെ അഥവാ വിശുദ്ധ ഖുർആനിന്റെ മഹണോദാഹരണമായ സ്വഹാബത്തിനെ പഠിപ്പിച്ച ഗുരുവന്ദ്യനായ പ്രവാചകൻ, ലോകത്തിന്റെ അധ്യാപകൻ, അതാണ് അവരെ പരിശീലിപ്പിച്ചത്. ഇതാണ് ഒരു വിശ്വാസിയുടെ സമീപനം. പരീക്ഷണങ്ങളിൽ പതറാതെ എല്ലാം നാഥനിലേക്ക് അർപ്പിക്കുന്നവരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ അടുത്ത വചനത്തിൽ വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മ. അവർക്കത്രേ തങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള അനുഗ്രഹവും സമാധാനവും കാരുണ്യവും ലഭിക്കുന്നത്. പരീക്ഷണങ്ങളിൽ പതറാതെ എല്ലാം നാഥനിൽ അർപ്പിക്കുന്നവർക്കാണ്. വൗലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാണ് യഥാർത്ഥ സന്മാർഗ ബോധനം സിദ്ധിച്ചവരെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ ഖുർആൻ നമ്മുടെ ഹൃദയത്തിന്റെ ആ ഭയവിഹ്വലതകളിൽ നിന്ന്, വിഷാദങ്ങളിൽ നിന്ന്, നിരാശകളിൽ നിന്ന്, പ്രതീക്ഷയില്ലായ്മകളിൽ നിന്ന് നമുക്ക് സജീവതയും സമാധാനവും സമ്മാനിക്കുന്ന ഈ വിശുദ്ധ ഖുർആനിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാനും ഈ വിശുദ്ധ ഖുർആനിന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ പരീക്ഷണത്തിന്റെ സന്ദർഭങ്ങളിലും സന്തോഷത്തിന്റെ സന്ദർഭങ്ങളിലും എങ്ങനെയാകണം ഒരു വിശ്വാസി എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് വരച്ചു കാട്ടിയതുപോലെ യഥാർത്ഥ വിശ്വാസികളായി കൊണ്ട് ജീവിതം നയിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൽ സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിച്ചുകൊണ്ട് ധാർമ്മികതയിൽ നന്മയിലായിക്കൊണ്ട് ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുന്നതിനിടയിൽ, അനന്തപൂർണമായ ഈ ജീവിതത്തിൻ്റെ ഇടയിൽ പരീക്ഷണങ്ങൾ വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ, സങ്കടങ്ങൾ വരുമ്പോൾ തകർന്നു പോകാതിരിക്കാൻ പടച്ചനാഥനോട് നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. കാരണം വൽആഖിബതു ലിൽ മുത്തഖീൻ, അന്തിമ വിജയം, ജീവിതത്തിൻ്റെ അവസാന വിജയം അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്കാണ്. ധാർമ്മികമായ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവർക്കാണ്. അതിനോടൊപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം രോഗങ്ങളിലും മരുന്നുകളിലും
ചിലപ്പോൾ നാം കിടക്കുന്ന ബെഡിൽ തന്നെ മുത്രിക്കുകയും കാഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു വല്ലാത്ത പരിതസ്ഥിതിയിലും നമ്മുടെ ഈമാനും വിശ്വാസവും തളർന്നു പോകാതെ നാഥനോട് നാം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ജഅൽ ഖൈറ ഉംരി ആഖിറഹു. അല്ലാഹുവേ, എൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലം അത് ഏറ്റവും വസന്തകരം, ഏറ്റവും നന്മ നിറഞ്ഞ ഒരു കാലമാക്കി നാഥാ അത് മാറ്റണമേ. വഖൈറ അമലി ഖവാതിമഹു, എൻ്റെ കർമ്മങ്ങളിൽ ഏറ്റവും നല്ല കർമ്മം അതിൻ്റെ അവസാന കർമ്മങ്ങളായി നന്മ നിറഞ്ഞതാക്കണമേ. വഖൈറ അയ്യാമി യൗമ അൽഖാക ഫീഹി, എൻ്റെ ദിവസങ്ങളിൽ ഏറ്റവും നല്ല ദിവസം നാഥാ ഞാൻ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന, നിന്നെ കണ്ടുമുട്ടുന്ന, എൻ്റെ പടച്ചനാഥനെ കണ്ടുമുട്ടുന്ന ആ ദിവസങ്ങളുടെ കൂട്ടത്തിൽ നന്മ നിറഞ്ഞ ദിവസമാകണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പ്രാർത്ഥനകളിലായിക്കൊണ്ട്, നന്മകളിലായിക്കൊണ്ട്, ജീവിതത്തിൻ്റെ ബാലൻസ് തെറ്റിപ്പോകാതെ, പരീക്ഷണങ്ങളിൽ പതറിപ്പോകാതെ, നമ്മുടെയും മക്കളുടെയും കുടുംബാംഗങ്ങളിലും രോഗങ്ങളും കഷ്ടതകളും നമ്മെ വല്ലാതെ പരിഞ്ഞു മുറുക്കുമ്പോൾ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പരീക്ഷിക്കുമെന്നല്ല, വലനബുലുവന്നക്കും, തീർച്ചയായും ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുൽക്കിലൂടെ നമ്മെ പഠിപ്പിച്ചത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, ജീവിതവും മരണവും നൽകി നിങ്ങളെ ഈ ലോകത്തേക്ക് സൃഷ്ടിച്ചത് ജീവിതം ആസ്വാദനമായി മുൻപോട്ട് കൊണ്ടുപോകാനല്ല, സന്തോഷഭരിതമായി കൊണ്ട് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളെ നന്മയിലായിക്കൊണ്ട് നന്നായി ജീവിക്കുന്നവർ ആരാണ് എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ജീവിതവും മരണവും നൽകി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഈ ലോകത്തേക്ക് സൃഷ്ടിച്ചത്. പടച്ചനാഥന്റെ കൽപ്പനകൾ മാനിച്ചുകൊണ്ട് അവനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും, എല്ലാ പാപങ്ങളും കരുണാവാരിധിയായ നാഥൻ പുറത്തു തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ശക്തമായ സാമ്പത്തികമായ പ്രയാസങ്ങൾ കൊണ്ട്, ദുരിതക്കയങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർ, പ്രയാസപ്പെടുന്നവർ, നൊമ്പരപ്പെടുന്നവർ നാഥാ അവർക്ക് ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യണമേ. രോഗികളായി കഴിയുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക്, രോഗികളായി കഴിയുന്ന വിശ്വാസി സഹോദരങ്ങൾക്ക് അള്ളാഹുവെ അവർക്ക് ശഫയും ആരോഗ്യവും നീ പ്രദാനം ചെയ്യണമേ. അള്ളാഹുവെ, ഞങ്ങളുടെ സ്വപ്നങ്ങളാകുന്ന ഞങ്ങളുടെ സന്താനങ്ങളെ ഹിദായത്തിൻ്റെയും സൽസരണിയുടെയും വഴിയിൽ നാഥാ അവരുടെ അവസാന കാലം വരെയും നാഥാ ഞങ്ങളുടെ സന്താനങ്ങളെ സൽസ്വഭാവികളും സൽസരണിയിലുമായി ജീവിക്കുന്ന യഥാർത്ഥ സന്താനങ്ങളിൽ ഞങ്ങളുടെ സന്താനങ്ങളെ നാഥാ ഉൾപ്പെടുത്തണമേ. അള്ളാഹുവെ, വഴിപിഴച്ചു പോകുന്ന മനുഷ്യരുടെ കുതന്ത്രങ്ങളിൽ നിന്ന് നാഥാ നീ ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.